കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ദൈവവചനത്തിൻ്റെ ധ്യാനം, ഡിസൈപ്പിൾഷിപ്പ്, ഏറ്റവും അനുഗ്രഹകരമായ ഒരു ടോപ്പിക്കാണ്. നമ്മളെ കർത്താവ് വിളിച്ചിരിക്കുന്നത് കർത്താവിൻ്റെ ശിഷ്യത്വത്തിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. കേവലം വിശ്വാസി ആയി നിൽക്കുവാൻ മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ തന്നെ ഈ വലിയ മഹത്വമേറിയ ശുശ്രൂഷ ആസ് എ മിനിസ്ട്രി, ദൈവസന്നിധിയിൽ അത് ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. ഇന്നലെയും മെനഞ്ഞാന്നുമൊക്കെ സ്തോത്രം ഇവിടെ ഒരു ക്യാമ്പ് നടന്നിരുന്നു. അതിനകത്ത് ഞങ്ങൾക്കും പോകുവാൻ, സഭയിലെ കുറച്ച് പേർക്കൊക്കെ ഇതിൽ പങ്കെടുക്കുവാൻ ഇടയായിത്തീർന്നു. വലിയൊരു ആത്മമാരി, ആത്മശക്തി അവിടെ കടന്നു വന്നവർക്കെല്ലാം ആത്മാവിൽ അനുഭവിച്ചറിയുവാൻ കർത്താവ് കൃപ ചെയ്തു. അതിൻ്റെ മാറ്റം ഹല്ലേലൂയ പലപ്പോഴും വന്ന് പോകുന്ന ഒരു ശക്തിയായിട്ടല്ല പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവ് നമ്മളിൽ വസിക്കുന്നെങ്കിൽ, പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നെങ്കിൽ, പരിശുദ്ധാത്മാവിൻ്റെ ചലനമുള്ളിടത്ത്, വചനത്തിൻ്റെ മർമ്മങ്ങൾ പ്രസ്താവിക്കുന്നിടത്തൊക്കെ പെട്ടെന്ന് നമ്മൾ കണക്റ്റ് ആകും. കാരണം എന്തെന്ന് ചോദിച്ചാൽ നമ്മളിൽ ആത്മാവുണ്ട്, അതിൻ്റെ തെളിവാത്. നമ്മൾ പെട്ടെന്ന് കണക്ഷൻ, ഹല്ലേലൂയ, ഡിവൈൻ കണക്ഷനിലേക്ക് നമ്മൾ പെട്ടെന്ന് കണക്റ്റ് ആവും. ആ കണക്ഷനിൽ വരുന്ന സന്തോഷം, അനുഗ്രഹം, സംതൃപ്തി, സന്തോഷം, ഇതൊക്കെ മനുഷ്യരോട് ആരോടും പറഞ്ഞാൽ വിവരിച്ച് ഒരിക്കലും പറ്റാത്തൊരു കാര്യമാണ്. അത്രമാത്രം നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാരങ്ങൾ, വേദനകൾ, നമ്മൾ നേരിടുന്ന ഒത്തിരി പ്രതിസന്ധികളൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളിലേക്ക് ഇറങ്ങി വരുമ്പോൾ അതൊക്കെ അങ്ങ് മെൽറ്റായി പോവും, അല്ലേ? അങ്ങനെയുള്ള ആത്മീയ അനുഭവമുള്ളവർക്കായി സ്തോത്രം. നമ്മളൊക്കെ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഒത്തിരി പ്രതിസന്ധി നമ്മുടെ മുന്നിൽ നിൽപ്പുണ്ട്, മലകൾ നമ്മുടെ മുന്നിൽ നിൽപ്പുണ്ട്. രോഗമാകാം, ദുഃഖമാകാം, ഭാരമാകാം, നിരാശയാകാം, പ്രതിസന്ധിയാകാം, ഭാവിയെക്കുറിച്ചുള്ള ആകുലതകളാകാം, ചിന്തകളാകാം, നമ്മുടെ മിനിസ്ട്രിയെക്കുറിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെക്കുറിച്ച്, തലമുറയെക്കുറിച്ച്, നമ്മുടെ സഹോദരി സഹോദരന്മാരെക്കുറിച്ച്, സഭയെക്കുറിച്ച്, ഇങ്ങനെ ഒത്തിരി ചിന്തകൾ, നമ്മുടെ ജോലിയെക്കുറിച്ച് ഒക്കെ നമ്മൾ ഒത്തിരി ചിന്താകുലങ്ങളും ഭാരങ്ങളും വിചാരങ്ങളും ഒക്കെ നമ്മുടെ ഹൃദയത്തിലുണ്ട്. ദൈവത്തിൻ്റെ വചനം, പരിശുദ്ധമായ വചനം, എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. വചനത്തെക്കുറിച്ച് പറയുമ്പം പരിശുദ്ധ വചനമാണ്, സാങ്ക്ടിഫൈ ചെയ്ത വചനമാണ്. അതിനകത്ത് പതിരില്ല, അത് ശുദ്ധമാണ്, വിശുദ്ധമാണ്. അത് പ്രസരിപ്പിക്കുന്നിടത്ത് ഡിവൈൻ കണക്ഷനിലുള്ളവർക്കെല്ലാം അതൊരു വലിയ ആത്മവിസ്ഫോടനമാണ്. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് ആത്മാവ് അങ്ങനെ ജ്വലിച്ചുയരും. ഹല്ലേലൂയ. നമ്മൾ നിൽക്കുന്ന സ്ഥലം നമുക്കറിയാമെങ്കിലും വചനത്തിൻ്റെ ശക്തിയിൽ നാം ബലപ്പെടുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാരങ്ങൾ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് എടുത്ത് ദൂരെ കളയും. നമ്മുടെ ആകുലതകൾ എടുത്ത് മാറ്റും. ഹല്ലേലൂയ. ഒരു ആരാധനയിൽ ഒരു ആത്മശക്തിയുടെ പ്രവാഹത്തിൽ അത് അനുഭവിക്കുന്നവർക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുക. നമ്മൾ ഈ ഒരു ശക്തി നമ്മുടെ ഹൃദയത്തിനകത്ത് വരുമ്പോൾ ഉണ്ടാകുന്ന ആത്മസന്തോഷത്തിൻ്റെ സ്തോത്രം, അതിൻ്റെ അലയടികൾ ഇങ്ങനെ നമ്മൾ പോകുന്ന സമൂഹത്തിലും നമ്മൾ നിൽക്കുന്നിടവുമൊക്കെ നമുക്കത് പ്രതിഫലിപ്പിക്കാൻ കർത്താവിൻ്റെ കൃപയാൽ നമുക്ക് കഴിയും. ദൈവത്തിൻ്റെ സഭയെ ഓർക്കുമ്പോൾ ഈ ദേശത്ത് നമ്മളെ കർത്താവ് സഭയായി നട്ടു. ഒത്തിരി സാഹചര്യങ്ങളിലൂടെ പ്രതികൂലത്തിലും അനുകൂലത്തിലും നമ്മൾ വളർന്നു. ഹല്ലേലൂയ. എന്നാൽ ഈ വളർച്ച പോരാ. ക്രിസ്തു എന്ന തലയോളം വളരാനാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ആ വളർച്ചയ്ക്ക് വേണ്ടി എപ്പോഴും ഒരുങ്ങിയുള്ള ഒരു ആത്മീയ യാത്ര നടത്താനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രയോറിറ്റികൾ മാറണം. പലപ്പോഴും നമ്മുടെ മുന്നിൽ വെച്ചിരിക്കുന്ന പ്രയോറിറ്റികൾ ഹല്ലേലൂയ കൂടുതലും ഭൗതികമായ പ്രയോറിറ്റി നമ്മളിൽ നിന്ന് മാറ്റി ആത്മീയതയിലേക്ക് നമ്മുടെ മനസ്സിനെ, നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിയെങ്കിൽ മാത്രമേ നമുക്ക് സന്തോഷം എപ്പോഴും അനുഭവിക്കാൻ പറ്റൂ. ലോകത്തിൻ്റെ പ്രയോറിറ്റിയിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് തരുന്നതെല്ലാം നിരാശയും പരാജയവും ബുദ്ധിമുട്ടുമാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിച്ചപ്പോൾ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞു: തകർക്കപ്പെടാതെ പണിയപ്പെടത്തില്ല. പരാജയപ്പെടാതെ ജയം അസാധ്യമാണ്. നുറുക്കപ്പെടാതെ അനുഗ്രഹിക്കപ്പെടൽ അസാധ്യമാണ്. ഇത് മൂന്നിലൂടെ കടന്നു പോകുന്നവർക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒരാൾ തകർക്കപ്പെടുന്നത് ദൈവത്തിൻ്റെ ഡിവൈൻ വില്ലാണെങ്കിൽ അതിലൂടെ ആ തകർക്കപ്പെടൽ, ഒരു പണിയപ്പെടൽ നമ്മുടെ ജീവിതത്തിൽ നടക്കും. കർത്താവിനോട് ഇന്ന് പ്രഭാതത്തിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, വചന പഠനത്തിൻ്റെ മുന്നിൽ നിങ്ങളായിരിക്കുമ്പോൾ കർത്താവിനോടൊന്ന് ഹൃദയംഗമായി പ്രാർത്ഥിച്ച, കർത്താവെ, എന്നെ ഏതെങ്കിലും ഏരിയയിൽ, ഏതെങ്കിലും വിഷയത്തിൽ അവിടുന്ന്
തകർക്കാൻ, എൻ്റെ ബലഹീനത, എൻ്റെ കുറവുകൾ, എൻ്റെ ജീവിതത്തിൽ അനാത്മീയമായ കാര്യങ്ങളിൽ നിനക്ക് അതിനെ പണിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ നീ തകർത്തോ. ഐ എം വില്ലിങ്. ഹല്ലേലൂയ. ഞാനതിന് സമ്മതമാ കർത്താവേ, എനിക്ക് നീ തകർത്തോ. എത്രമാത്രം തകർത്താലും ഒരു 0 പോയിന്റിൽ നിന്ന് നീ എന്നെ കയറ്റിക്കൊണ്ടുവരുമെന്ന് എനിക്ക് നല്ല വിശ്വാസമാണ്. അതുകൊണ്ട് നീ തകർത്തോ. ഹല്ലേലൂയ. ജോലിയിൽ തകർത്തോ, ആമേൻ. ആത്മീയ ജീവിതത്തിൽ തകർത്തോ, കുടുംബജീവിതത്തിൽ തകർത്തോ, ആമേൻ. എവിടെല്ലാം തകർക്കപ്പെടണം. കുടുംബജീവിതം തകർക്കുക എന്നുള്ളതല്ല, നമ്മൾ പലയിടത്തും പരാജയപ്പെടുന്നു. ഹല്ലേലൂയ. നമ്മളെപ്പോഴും ജയജീവിതത്തിനായി ആഗ്രഹിക്കുമ്പോൾ പ്രതികൂലം അതുപോലെ നമ്മുടെ മേൽ. ഈ ലോകത്തിൻ്റെ ശക്തി, ലോകം, ജഡം, പിശാച്. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് നമ്മൾ കേട്ടു കഴിഞ്ഞ ദിവസം. ഇത് നമ്മളെ ഇങ്ങനെ ഞെരുക്കാനും നമ്മളെ തകർക്കാനും നമ്മളെ പുറകോട്ട് പിടിച്ചു വലിക്കുന്ന ശക്തിക്കെതിരെ അതിശക്തമായ, ആമേൻ, ഒരു ആത്മീയ മുന്നേറ്റം നടത്താൻ നമുക്ക് മാനസികമായ ധൈര്യമില്ലെങ്കിൽ, മാനുഷികമായ ജഡത്തിനത് കഴിയത്തില്ല. പരിശുദ്ധാത്മാവിന് മാത്രമേ, ആമേൻ, ഹല്ലെ, നമ്മളെ ആത്മശക്തിയിൽ നമ്മളെ മുന്നോട്ട് പോകാൻ കർത്തുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ തിരുനാമം മഹത്വം എടുക്കട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ദൈവവചനത്തിൻ്റെ പഠനത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ കർത്താവിനോട് പറയണം, കർത്താവേ, വചനത്തിനകത്തൂടെ ആത്മീയ സത്യങ്ങളെ എനിക്ക് മനസ്സിലാക്കി തന്ന് തകർക്കേണ്ട ഇടത്തന്നെ തകർക്കാൻ, പരാജയപ്പെടേണ്ട ഇടങ്ങളിൽ നീ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ പരാജയപ്പെടാൻ തയ്യാറാണ്. പക്ഷേ ഒരു ജയം എനിക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ നുറുക്കപ്പെടേണ്ടത് എവിടാണെന്ന് ഞാനിപ്പോൾ അതിൽ കടന്നു പോകുന്നെങ്കിൽ, അല്ലെങ്കിൽ നാളെ നിന്നെ ഏതെങ്കിലും ഏരിയയിൽ നീ നുറുക്കണമെങ്കിൽ, നുറുക്കപ്പെടുന്നത് അനുഗ്രഹത്തിനാണെന്നുള്ള വചനത്തിൻ്റെ സത്യം മനസ്സിലാക്കി ജീവിക്കാൻ എനിക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വചനധ്യാനത്തിൽ, വചന പഠനത്തിൽ ഇരിക്കുന്നെങ്കിൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. എപ്പോഴും കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ഞാൻ പറഞ്ഞു, ചർച്ച് ഈസ് എന്താ പറയുന്നത്, ചർച്ച് എന്താ? ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. കർത്താവിൻ്റെ ശരീരമാണ് സഭ. മറ്റൊരു പ്രയോറിറ്റിയും ദൈവത്തിൻ്റെ സഭയ്ക്കില്ല. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയുടെ അവയവങ്ങളായി ക്രിസ്തു തലയായിരിക്കുന്നിടത്ത് നമ്മൾ വന്നിരിക്കുന്നെങ്കിൽ, ഹോളല്ല നമ്മുടെ മുന്നിൽ നിൽക്കുക, ആമേൻ, തെളിഞ്ഞിക്കട്ടെ, കളർ ബൾബുകളല്ല, ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം, ഇൻസ്ട്രുമെൻ്റൽ കാര്യത്തിൻ്റെ, ആമേൻ, ശബ്ദമാധുരിയല്ല, പാട്ട് പാടുന്നവരുടെ ശബ്ദത്തിൻ്റെ മഹിമയല്ല, പിന്നെ പ്രസംഗിക്കുന്ന ആളിൻ്റെ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, കർണരസമാറുമാർ എന്തെങ്കിലും പറയുന്നെങ്കിൽ അതിൻ്റെ മാധുര്യത്തിലല്ല. പിന്നെയോ യേശു കർത്താവിൻ്റെ തിരുശബ്ദം കേൾക്കാൻ, യേശുവിൻ്റെ മഹത്വമായി ദൈവത്തെ ആരാധിക്കാൻ, യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ വചനത്തെ ധ്യാനിച്ച് പ്രാർത്ഥനാപൂർവ്വം വിടുതലെടുത്ത് പോകാനുള്ള സ്ഥലമാണ് ഹൗസ് ഓഫ് ദ ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വിശുദ്ധ സഭ. അവിടെ വരുന്നതിനൊരൊറ്റ പ്രയോറിറ്റി ഉള്ളൂ. ഒന്നാമത്തെ പ്രയോറിറ്റി അവൻ്റെ മഹത്വം കാണാൻ, അവൻ്റെ മനോഹരത്വം കാണാൻ, അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാൻ. അതിനപ്പുറത്തേക്ക് ആർക്കെങ്കിലും ഉദ്ദേശമുണ്ടെങ്കിൽ അവരുടെ പ്രയോറിറ്റി, ആമേൻ, മറ്റു പലതുമാണ്. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയുള്ളവർക്ക് ദൈവസഭയുടെ ആരാധനാ യോഗങ്ങളിൽ അതിനെ, ഹല്ലേലൂയ, സ്തോത്രം, അവർ തുച്ഛീകരിക്കും. ഹല്ലേലൂയ. നിസ്സാരമായി അവർ കരുതും. അത് ഏറ്റവും വലിയ പാപമാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ഹൗസ് ഓഫ് ദ ലോർഡ്, ദൈവത്തിൻ്റെ ഭവനത്തിനകത്തേക്ക് നിങ്ങൾ കാലെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ദൈവം മഹത്വം കണ്ടേ ഞാൻ തിരികെ പോകൂ. കർത്താവേ, ഒരു പണിയപ്പെടലിന് വേണ്ടി ദൈവത്തിൻ്റെ സഭ, ആമേൻ, അവിടെ പ്രസരിക്കുന്ന ദൈവവചനത്തിൻ്റെ ശക്തിയും ആത്മാവിൻ്റെ, ആമേൻ, ശക്തിയും ഒരു പണിയപ്പെടലിനും തകർക്കപ്പെടലിനും നുറുക്കപ്പെടലിനും ആണെങ്കിൽ ഐ എം വില്ലിങ്. ഹല്ലേലൂയ. അടിയനിതാ എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു ഭാവം ഹൃദയത്തിനകത്ത് ഉയരുന്നെങ്കിൽ ഇന്ന്, ആമേൻ, പകലിൽ പരിശുദ്ധാത്മാവി ആരാധനയിൽ നിങ്ങളെ ടച്ച് ചെയ്യും. ഹല്ലേലൂയ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഈ വചനം പഠിച്ചുകൊണ്ടിരിക്കുന്ന അപരിശുദ്ധാത്മാവേ, ആര് പാടുന്നു എന്നുള്ളതല്ല, ഏത് ഇൻസ്ട്രുമെൻ്റ് ഇവിടെ വായിക്കുന്നു എന്നുള്ളതല്ല, എത്ര പേർ അടുത്ത് നിൽക്കുന്നു എന്നുള്ളതല്ല, ആരൊക്കെ കൈകൊട്ടുന്നു നല്ലതുള്ളതല്ല, ആരൊക്കെ അന്യഭാഷ പറയുന്നു എന്ന് നമുക്ക് വിഷയമല്ല, ആരൊക്കെ ആത്മാവിൽ ഡാൻസ് ചെയ്യുന്നു നമുക്ക് വിഷയമല്ല. ഞാനും എൻ്റെ ദൈവവുമായിട്ടുള്ള ഡിവൈൻ കണക്ഷനിൽ, ആമേൻ, ഞാൻ അവൻ്റെ മഹത്വം കണ്ട് ആരാധിപ്പാൻ ഇന്ന് കർത്താവെ ആരാധനയിൽ, ആമേൻ, നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം തിരിച്ചറിഞ്ഞ്, ആമേൻ, മനസ്സ് പുതുക്കി ഒരു വലിയ മാനസാന്തരത്തിൽ ഏതെങ്കിലും കുറവുകൾ പരിശുദ്ധാത്മാവ് ആരാധനയിൽ ബോധിപ്പിച്ചാൽ അടിയനിതാ എല്ലാം താഴെയിട്ട്, ആമേൻ, മൂപ്പന്മാർ, ഹല്ലേലൂയ, സകലതും കിരീടങ്ങളെ താഴെയിട്ടുകൊണ്ട് ഹോവാ പരിശുദ്ധൻ, യു ആർ ഹോളി, യു ആർ ഹോളി. ആ വേർഡ് പറയുമ്പോൾ ആത്മാവ് നിങ്ങളെ ടച്ച് ചെയ്യണം. ആമേൻ. അവൻ്റെ പരിശുദ്ധിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ശരീരാത്മദേഹികൾ അറിയണം. ഹല്ലേലൂയ. ഞാൻ എൻ്റെ രക്ഷകൻ്റെ നാമമാണ് ഉയർത്തുന്നത്, എൻ്റെ വിടുതലിൻ്റെ നായകനെയാണ്. ആമേൻ. എനിക്ക്, ആമേൻ, സാന്ത്വനം തരുന്ന, സന്തോഷം തരുന്ന, സമാധാനം തരുന്ന, സന്തോഷം തരുന്ന എൻ്റെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ സന്നിധിയിലാണ് ഞാൻ നിൽക്കുന്നത്. അടിയനിതാ, അടിയൻ്റെ കുറവുകളെ ഓർക്കല്ലേ, ബലഹീനതകളെ ഓർക്കല്ലേ. എന്നെ ഒന്ന് പണിയണമേ, ഒന്ന് റിജുവിനേറ്റ് ചെയ്യണമേ, ഒന്ന് റിപ്ലെനിഷ് ചെയ്യണമേ, ഒന്ന് റിസ്റ്റോർ ചെയ്യണമേ കർത്താവേ.
എന്ന വലിയ ആഗ്രഹത്തോടെ നിൽക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങൾ ഇന്ന് പകലിലും ടച്ച് ചെയ്യും. ആത്മാവ് ടച്ച് ചെയ്യാതെ ആത്മാവിൻ്റെ ശക്തി മുന്നോട്ടിരുന്നു ആത്മാവിൻ്റെ ശക്തി ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് പഠിക്കാം. ഡിസൈപ്പിൾഷിപ്പ്, ശിഷ്യത്വം എന്താണ്? ഹല്ലേലൂയ. എന്താണ് ശിഷ്യത്വം? സ്തോത്രം. ആമേൻ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പഠിച്ചു വരുന്ന കാര്യങ്ങളാണെങ്കിൽ തന്നെയും ആമേൻ, ലോകത്തിൽ അനേക ഗുരുക്കന്മാരുണ്ട്. ആ ഗുരുക്കന്മാർ സ്തോത്രം അല്പകാലത്തേക്കാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. സ്ഥിരമായൊരു ബന്ധം അവരുമായി നമ്മൾ സൂക്ഷിക്കുന്നില്ല. വല്ലപ്പോഴും കാണുന്നു, ഇടയ്ക്ക് ബന്ധപ്പെടുന്നു. എന്നാൽ യേശുവിൻ്റെ ശിഷ്യനെന്ന് പറഞ്ഞാൽ ആജീവനാന്ത ബന്ധം മാത്രമല്ല, ആ ബന്ധം കഴിഞ്ഞും നിത്യതയിലും തുടരുന്ന അതിവിശുദ്ധമായ പരിപാവനമായ സ്നേഹപൂർണമായ ഒരു ബന്ധത്തിലേക്കാണ് യേശു കർത്താവ് നമ്മളെ വിളിക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. അതാണ് ശിഷ്യത്വത്തിൻ്റെ വിളി. ദാറ്റ്സ് എ കോളിംഗ്. ഹല്ലേലൂയ. എല്ലാവരെയും കർത്താവ് വിളിക്കുകയാണ്. വാ. ശിഷ്യരായിരിക്കുന്ന ഒരാളിനോട് പരിശുദ്ധ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ പുറപ്പെടുക. ഞാൻ നിങ്ങളോട് പറഞ്ഞ ദൈവീയ വചനത്തിൻ്റെ സത്യങ്ങളെ നിങ്ങൾ ഘോഷിക്കണം. തെരുക്കോണുകളിൽ എവിടൊക്കെ ഘോഷിക്കാമോ അവിടൊക്കെ വിളിച്ചു പറയണം. പ്രതികൂലമുണ്ടാകും, പ്രതിസന്ധി ഉണ്ടാകും, പക്ഷേ എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. വചനസത്യത്തിൻ്റെ പ്രഘോഷകരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സുവിശേഷമാണ് ദ ഗ്ലോറിയസ് ഗോസ്പൽ. അതിനുവേണ്ടിയാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. ഒരു ക്രിസ്തു ശിഷ്യൻ്റെ അനുഗ്രഹിക്കപ്പെട്ട പദവി എന്തെന്ന് ചോദിച്ചാൽ സത്യ, നിത്യ, ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം, മഹത്വമേറിയ ശുശ്രൂഷകർ. ഹല്ലേലൂയ. ആ ശുശ്രൂഷ ചെയ്യാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുക. ബോധ്യമുള്ളവർ കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്തേ. ആമേൻ. ദൈവത്തിൻ്റെ മഹത്വം. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിൽ ദ ഹിൻഡ്രൻസസ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ്. ഹല്ലേലൂയ. എന്തൊക്കെയാണ് ഡിസൈപ്പിൾഷിപ്പിൻ്റെ തടസ്സങ്ങൾ? ഹല്ലേലൂയ. കാരണം ഞാൻ നേരത്തെ പറയുകയുണ്ടായി. ദൈവത്തിന് സ്തോത്രം. ഡിസൈപ്പിൾഷിപ്പിൻ്റെ തടസ്സങ്ങൾ എന്തെന്ന് ചോദിച്ചാൽ, ഒന്ന് നമ്മൾ കാണാനിടയായി തരുന്നു, വേൾഡ്, ലോകം തടസ്സമാണ് ശിഷ്യത്വത്തിൽ മുന്നോട്ട് പോകാൻ. രണ്ട്, ആമേൻ, ദൈവസന്നിധിയിൽ തടസ്സമായിരിക്കുന്നത്. മുന്നേ ആ സ്ലൈഡ് കാണിച്ച്, സെക്കൻഡ് സ്ലൈഡ്. ദ വേൾഡ്, ദ ഫ്ലഷ് ആൻഡ് ദ ഡെവിൾ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മഹത്വം. രണ്ടാമത് അതോറിറ്റി. സ്തോത്രം. ഈ ലോകത്തിൻ്റെ അധികാരം. ഈ ലോകത്തിൻ്റെ അധികാരം നമുക്ക് ദൈവം തന്നിരിക്കുന്നത് ദൈവ മക്കളാകുവാനുള്ളൊരു അധികാരമാണ് തന്നിരിക്കുന്നത്. ആ അധികാരത്തിൽ നിന്നുകൊണ്ട് ശിഷ്യത്വത്തിന് നല്ല ശിഷ്യനായി ജീവിക്കണമെന്ന് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ആമേൻ. മൂന്ന്, മെച്യൂരിറ്റി. ആത്മീയ പക്വതയില്ലാത്ത ഒരാളിന് ശിഷ്യൻ ആയി മുന്നേറാൻ സാധ്യമല്ല. അപ്പം ആത്മീയ പക്വതയിലേക്ക് അവർ വളരണമെന്ന് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അതാണ് നമ്മൾ പഠിച്ച ആ വാക്യം. സ്പിരിച്വൽ മെച്യൂരിറ്റി നമുക്ക് ആവശ്യമാണ് എന്നുള്ളതാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ശ്രദ്ധിക്കാനിടയായി തീർന്നത്. അത് 3-4 ഘടകങ്ങൾ അതിനകത്തുണ്ട്. സ്പിരിച്വൽ മെച്യൂരിറ്റിയിലേക്ക് നമ്മൾ പോയില്ലെങ്കിൽ ശിഷ്യത്വത്തിൽ നാം പരാജയപ്പെടും. പരാജയപ്പെടാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ജയാളിയായി അവൻ്റെ ശുശ്രൂഷ ചെയ്ത് ആമേൻ അവൻ്റെ സഭയ്ക്ക് അനുഗ്രഹമായി തീരുവാൻ, ഫലം കായ്ക്കുവാൻ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുക. അതുകൊണ്ട് ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. ഇമ്മെച്യൂരിറ്റിയിൽ ആമേൻ കർത്താവിൻ്റെ വേലക്കാരനായിരിക്കുന്നത് തടസ്സമാണ് ശിഷ്യത്വം എന്ന മഹാനിയോഗത്തിന്. അതുകൊണ്ട് ശിഷ്യത്വം എന്ന മഹാനിയോഗത്തിലേക്ക് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നെങ്കിൽ നമ്മൾ ഹല്ലേലൂയ കർത്താവിൻ്റെ ശിഷ്യത്വം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ പക്വതയിലേക്ക് ക്രിസ്തു എന്ന തലയോളം നമ്മൾ വളരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ വചനം 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, 1 Corinthians chapter 3 verse 1, 2, 3 and 4 നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഒരു പ്രത്യേക കാര്യം കൊരിന്ത്യ സഭയോട് പരിശുദ്ധാത്മാവിൽ അപ്പോസ്തലനായ പത്രോസ് ഹല്ലേലൂയ പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും ശാസിക്കുകയും പ്രബോധിപ്പിക്കുകയും തർജ്ജനം ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ട് താൻ ആ ലേഖനം എഴുതുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നത്, എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മീയന്മാരോടെന്ന പോലെ അല്ല, ജഡികന്മാരോടെന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോടെന്ന പോലെ അത്രേ സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ. അപ്പോൾ അവിടെ ഒരു ആത്മീയ പക്വതയിൽ പലരും വളരുന്നില്ല. ആമേൻ. അപ്പോസ്തലൻ ഒത്തിരി ഡെഡിക്കേറ്റഡായി ഒത്തിരി ശുശ്രൂഷ ആ സഭയ്ക്ക് വേണ്ടി ചെയ്യുമ്പോൾ അദ്ദേഹം കാണുന്ന സഭയുടെ ആത്മീയ നിലവാരം, ആമേൻ, ശിഷ്യത്വത്തിൻ്റെ പദവിയിൽ നിൽക്കേണ്ട ദൈവജനത്തിൻ്റെ ആത്മീയ ശോഷണത്തെ, മൂല്യശോഷണം സംഭവിച്ചിരിക്കുന്ന കൊരിന്ത്യ സഭയിലെ വിശുദ്ധന്മാരെ താൻ പ്രബോധിപ്പിച്ചു പറയുന്നു, സഹോദരന്മാരെ,
നിങ്ങളോട് എനിക്ക് ആത്മീയന്മാരോട് എന്ന പോലെ സംസാരിക്കാൻ എപ്പോഴും ഇഷ്ടം. ആമേൻ. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളതിന് ആത്മീയരാകണം. എന്നോട് നിങ്ങൾ പ്രതികരിക്കണം. ഞാൻ നിങ്ങളോട് ആത്മീയമായി സംസാരിക്കുമ്പോൾ, ഞാൻ ആത്മീയമായി നിങ്ങളോട് ആത്മീയ മർമ്മങ്ങളെ ഘോഷിക്കുമ്പോൾ, ക്രിസ്തു വെളിപ്പാട് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ, ക്രിസ്തുവിൻ്റെ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഞാൻ അത്യധ്വാനം ചെയ്ത് പോരാടിക്കൊണ്ട് ക്രിസ്തുവിൻ്റെ വേലയെ തികയ്ക്കാൻ വേണ്ടി ഞാനിവിടെ നിൽക്കുമ്പോൾ നിങ്ങളുടെ പ്രതികരണം എന്താണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കി നിങ്ങൾക്ക് എഴുതുന്നു. എന്താണ്? ആമേൻ. ഹല്ലേലൂയ. എനിക്ക് ജഡികന്മാരോടാണ് ഞാൻ സംസാരിക്കുന്നത്, പ്രാകൃതന്മാരോട് ഞാൻ സംസാരിക്കുന്നത്. എന്നാൽ കുറച്ച് ആത്മീയരെ എനിക്കതിനകത്ത് കാണാം. എപ്പോഴും ശ്രദ്ധിക്കുക, ദൈവത്തിൻ്റെ സഭ ഒരു ട്രെയിനിങ് സെൻ്ററാണ്. ദൈവത്തിൻ്റെ സഭ ഒരു ഹോസ്പിറ്റലാണ്. തികഞ്ഞ ആരും ഇവിടെ ഇരിക്കുന്നില്ല. ഞാൻ ഉൾപ്പെടെ എല്ലാവരും പഠിതാക്കളാണ്, വളരുന്നവരാണ്. ആമേൻ. നമ്മൾ പ്രബോധിപ്പിക്കുമ്പോഴും ഉപദേശിക്കുമ്പോഴും ഈ സഭയിൽ ശുശ്രൂഷ ചെയ്യുന്ന ഓരോരുത്തരെയും കുറിച്ച് ദൈവനിയോഗം എല്ലാവരും വളരണം. എല്ലാവരും വളർന്നേ പറ്റൂ. വളർന്നുകൊണ്ടേയിരിക്കുന്ന കണ്ടിന്യൂസ് പ്രോസസ്സാണ് ശിഷ്യത്വം. ആമേൻ. നമ്മുടെ വളർച്ച നിൽക്കുന്നില്ല. ആമേൻ. ഒന്നുകിൽ ക്രിസ്തുവിൽ നാം മരിക്കുമ്പോൾ ഇവിടുത്തെ ശുശ്രൂഷ നമ്മുടെ കഴിഞ്ഞു, ഇല്ലെങ്കിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് വാനമേഘങ്ങളിൽ പ്രത്യക്ഷമാകുമ്പോൾ ആമേൻ ദൈവസഭയുടെ ആവലോടെ, ജാഗ്രതയോടെ, സന്തോഷത്തോടെ, ഹല്ലേലൂയ സ്തോത്രം, കാത്തിരിക്കുന്ന വിശുദ്ധന്മാർ, ആമേൻ, ആകാശമേഘങ്ങളിൽ എടുക്കപ്പെടുന്നുവെന്ന ആത്മീയ മർമ്മത്തെ ഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുന്ന ദൈവജനം ആ എടുക്കപ്പെടൽ വരെയും ക്രിസ്തുവിൽ വളർന്നുകൊണ്ടിരിക്കണം. സ്തോത്രം. ക്രിസ്തുവിൽ ആത്മീയ വെളിപ്പാടുകളെ സ്വീകരിച്ചു കൊണ്ടിരിക്കണമെന്ന് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അപ്പം ഇവിടെ പറയുന്നു പീപ്പിൾ ഓഫ് ദ ഫ്ലഷ്. അങ്ങനെയുള്ളവരെ ഞാൻ കാണുന്നു സഭയ്ക്കുള്ളിൽ. സഭയുടെ ആത്മീയ നിലവാരം ഇന്നുകൊണ്ട് സഭകളെ നമ്മൾ ശ്രദ്ധിച്ചാൽ, യൂണിവേഴ്സൽ ചർച്ചിനെ നമ്മളൊന്ന് നിരീക്ഷിച്ചാൽ, നോക്കിക്കഴിഞ്ഞാൽ ജഡികന്മാർ കൂടി വരികയാണ്, ആത്മീയന്മാർ കുറഞ്ഞു വരുന്ന കാഴ്ച. വൈ? സ്തോത്രം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആഗ്രഹങ്ങൾ ദൈവസഭയിൽ നടക്കുന്നില്ല. കർത്താവിൻ്റെ ഹിതമായി ദൈവത്തിൻ്റെ സഭ മുന്നോട്ട് പോകുന്നില്ല. അതിന് തടസ്സമായി ഒത്തിരി വിഷയങ്ങൾ സഭയ്ക്കുള്ളിലേക്ക് കയറി. ആമേൻ. ലോകം കയറി, പിശാച് കയറി. ആമേൻ സ്തോത്രം. ജഡിക പ്രവർത്തനങ്ങൾ സഭയ്ക്കുള്ളിലേക്ക് കയറി. പരിശുദ്ധാത്മാവ് വേദനിച്ചുകൊണ്ട് ആമേൻ പലപ്പോഴും ഇറങ്ങിപ്പോകുന്ന കാഴ്ച. ആമേൻ സ്തോത്രം. കർത്താവ് വാതിക്കൽ വന്ന് മുട്ടുന്നു. എന്തിനാ വാതിക്കൽ മുട്ടുന്നത്? കർത്താവിനെ പടിയടച്ച് അപ്പുറത്ത് വെളിയിലിറക്കിയിരിക്കുക. നടക്കുന്നുണ്ട് ആരാധന, നടക്കുന്നുണ്ട് പ്രാർത്ഥന, നടക്കുന്നുണ്ട് അന്യഭാഷ, നടക്കുന്നുണ്ട് ക്രൂസൈഡുകൾ, നടക്കുന്നുണ്ട് ഒത്തിരി ആത്മീയ പ്രവർത്തനങ്ങൾ. പക്ഷേ യേശു അതിൻ്റെ മധ്യത്തിലില്ല. കർത്താവ് വാതുക്കൽ വന്ന് ഞാൻ മുട്ടുക. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ടെ, ആരെങ്കിലും ഉണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്നവർ? ഇന്ന് പകലിൽ എൻ്റെ ശബ്ദം കേൾക്കുന്നവർ ആരെങ്കിലും സഭയ്ക്കകത്ത് വചനം പഠിക്കാൻ ഇരിക്കുന്നെങ്കിൽ അവൻ്റെ ശബ്ദം പോലെ മധുരിമയുള്ള ഒരു ശബ്ദം ലോകത്തിൽ ആർക്കുമില്ല. ദൈവത്തിൻ്റെ പൈതലേ, അവൻ്റേതുപോലെ ഹല്ലേലൂയ ഒരു കൽപ്പന ആമേൻ ലോകത്തിൽ ആർക്ക് നിങ്ങൾക്ക് തരാൻ കഴിയില്ല. അവൻ്റെ പ്രമാണം പോലെ സത്യസന്ധതയുള്ളൊരു പ്രമാണം ഈ ലോകത്ത് ആർക്ക് നിങ്ങൾക്ക് തരാൻ കഴിയത്തില്ല. അവനെ പോലെ സമാധാനം തരുന്ന ഒരാൾ ആമേൻ ഹല്ലേലൂയ സഭയ്ക്കകത്ത് വേറെ ഒരാളില്ല. എത്ര ശുശ്രൂഷകരുണ്ടെങ്കിലും, എത്ര കൊയർ ലീഡേഴ്സ് ഉണ്ടെങ്കിലും, എത്ര പ്രഘോഷകർ ദൈവസഭയ്ക്കുണ്ടെങ്കിലും, എത്ര പ്രവാചകന്മാരുണ്ടെങ്കിലും, എത്ര അപ്പോസ്തലന്മാരുണ്ടെങ്കിലും, എത്ര ഉപദേഷ്ടാക്കന്മാരുണ്ടെങ്കിലും, എത്ര സുവിശേഷകന്മാർ സഭയ്ക്ക് നിറവോടെ, ആത്മനിറവോടെ ഉണ്ടെങ്കിലും ഹല്ലേലൂയ ഒരു കാര്യം വ്യക്തമാ, യേശു ഇല്ലാത്ത ഇടമെല്ലാം നരകമാ. യേശു ഇല്ലാത്ത സകല സ്ഥലങ്ങളിലും പരിശുദ്ധാത്മാവ് കാണില്ല. ആമേൻ. പുത്രൻ ഇറങ്ങി നിൽക്കുന്ന അവൻ്റെ തേജസ് മഹിമയോടെ വെളിപ്പെടുന്ന ഇടങ്ങളിലെല്ലാം ആത്മാവ് അതിശക്തിയോടെ പ്രവർത്തിക്കും. അവിടെ വെളിപ്പാടുകൾ ഹല്ലേലൂയ, ആത്മീയ കൃപാവരങ്ങൾ, അവിടെ ആത്മഫലങ്ങൾ വെളിപ്പെടും. ഹല്ലേലൂയ. ആത്മഫലം വെളിപ്പെടാത്ത ഒരു സഭയും കർത്താവിൻ്റെ എക്ലീസിയ അല്ല. നോ, നെവർ. ആമേൻ. ഹല്ലേലൂയ. ആത്മീയ വരങ്ങൾ ദൈവസഭയ്ക്കുള്ളിൽ വെളിപ്പെടണം. ആത്മീയന്മാർ കൂടണം ദൈവസഭയിൽ. ജഡികന്മാരും പ്രാകൃതന്മാരും കുറഞ്ഞു 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 വന്ന് ആമേൻ സഭ സാങ്ക്ടിഫൈ ചെയ്യപ്പെടണം. ഹല്ലേലൂയ. അതിനുവേണ്ടിയുള്ള ട്രെയിനിങ് സെന്ററാണ് ആമേൻ ദ ഹോളി ചർച്ച്. ഹല്ലേലൂയ. ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. ദ ഹൗസ് ഓഫ് ദ ലോർഡ്. ഹല്ലേലൂയ. എത്ര പേർക്ക് അത് വിവേചിച്ച് തിരിച്ചറിയാൻ പറ്റുന്നു? ഞാൻ വന്നിരിക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാണ്. യാക്കോബ് അത് മനസ്സിലാക്കി.
കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ഗോവണി, അതിൻ്റെ മുകളിൽ നിന്ന് മഹാദൈവം നിന്ന് അരുളി ചെയ്യുക, എന്താ? ഞാൻ എബ്രഹാമിൻ്റെയും ഞാൻ ഇസ്ഹാക്കിൻ്റെയും ദൈവമാകുന്നു. ഹല്ലേലൂയ. നിന്നോടുള്ള എൻ്റെ പദ്ധതി ഞാൻ വെളിപ്പെടുത്തുക. സ്തോത്രം. ദൈവത്തിൻ്റെ പദ്ധതിയെ, ദൈവത്തിൻ്റെ വില്ലിനെ, ദൈവത്തിനെ ഹല്ലേലൂയ വെളിപ്പാടിനെ റിവീൽ ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ഥലം ഈ ലോകത്തുണ്ടെങ്കിൽ അത് ഹൗസ് ഓഫ് ദ ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആലയമല്ലാതെ മറ്റൊന്നുമല്ല. അവിടെയാണ് ദൈവമുഖം നാം കാണുന്നത്. ഹല്ലേലൂയ. അവിടെ ബഥേലും പെനിയേലും ഒക്കെ വെളിപ്പെടുന്ന സ്ഥലം, നുറുക്കപ്പെടലിൻ്റെ സ്ഥലം, പരാജയപ്പെടുന്നിടത്തുനിന്ന് വിജയത്തിലേക്ക് നമ്മളെ കൈപിടിച്ച് കൊണ്ടുപോകുന്ന സ്ഥലം. ആമേൻ. ഹല്ലേലൂയ. ഈ സ്ഥലത്തെ തിരിച്ചറിയാതെ എന്തിനു വേണ്ടി ഏതിനു വേണ്ടി ദൈവസഭയിൽ വന്ന അനുഗ്രഹത്തിനാണോ ദൈവസഭയിൽ വരുന്നത്? ആമേൻ. സൗഖ്യത്തിനാണോ ദൈവസഭയിൽ വരുന്നത്? വിടുതലിന് വേണ്ടിയാണോ ദൈവത്തിൻ്റെ സഭയിൽ വരുന്നത്? ദൈവത്തിൻ്റെ സഭയിൽ വരുന്നത് നമ്പർ 1 പ്രയോറിറ്റി ആത്മാവിലും സത്യത്തിലും അവനെ ആരാധിക്കുവാൻ, അവൻ്റെ മഹത്വം കണ്ട് സ്വർഗീയ സിംഹാസനത്തെ ആത്മാവിൽ വെളിപ്പാട് കണ്ടുകൊണ്ട് നിൽക്കുന്ന സ്ഥലം അറിയാമെങ്കിലും ആത്മശക്തി ഹൃദയത്തിൽ നിറഞ്ഞ് ആമേൻ കർത്താവേ യു ആർ ഹോളി, യു ആർ ഹോളി, യു ആർ ഹോളി ഇത് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു സംഘം, ആ സംഘത്തെ നോക്കിക്കൊണ്ട് സ്വർഗം തുറക്കും. ദൂതന്മാർ ഇറങ്ങുകയും കയറുകയും ചെയ്യും. അവിടെ അതിൻ്റെ മുകളിൽ നിന്ന് മഹാദൈവം അരുളി ചെയ്യും, യെസ് ഹല്ലേലൂയ, ദിസ് ഈസ് മൈ പ്ലേസ്. ഹല്ലേലൂയ. ആമേൻ. ദിസ് ഈസ് മൈ ഡ്വെല്ലിംഗ് പ്ലേസ്. ഹല്ലേലൂയ. എൻ്റെ ആത്മാവ് ഇറങ്ങി നിൽക്കുന്ന സ്ഥലം. അവിടെ വിടുതൽ നടക്കും, അവിടെ സൗഖ്യം നടക്കും, അവിടെ ആത്മീയ വെളിപ്പാടുകളും പ്രവചനങ്ങളും ആത്മഫലങ്ങളും ആത്മവരങ്ങളും അങ്ങനെയുള്ളിടത്ത് വെളിപ്പെടും. അത് ആത്മാവിൻ്റെ ശുശ്രൂഷയാ സഭയോടുള്ളത്, അവൻ്റെ കാന്തയോടുള്ള. കർത്താവിൻ്റെ കാന്ത എന്ന് പറയുമ്പോൾ എന്താ? ശുദ്ധമാത്, നിഷ്കളങ്കമാത്. സ്തോത്രം. ഹല്ലേലൂയ. അവൻ്റെ കാന്തയാ നമ്മൾ. അവൻ്റെ വരവിന് വേണ്ടി ആവലോടെ കാത്. എത്ര പേർക്ക് അങ്ങനെ ഉണ്ട്? എന്തിനാ സഭയ്ക്കുള്ളിൽ കട രക്ഷിക്കപ്പെട്ടത്? എന്തിനാ സ്നാനപ്പെട്ടത്? എന്തിനാ? ഇവിടെ ജഡീകരോട് സംസാരിക്കുക, ഇവിടെ പ്രാകൃതന്മാരോട് സംസാരിക്കുക. ഹേ ഹല്ലേലൂയ കൊരിന്ത്യരെ, ആമേൻ ഹല്ലേലൂയ പ്രാകൃതരെ, ആമേൻ സ്തോത്രം ഹല്ലേലൂയ ജഡീകരെ, ആത്മീയരോട് സംസാരിക്കുന്ന പോലെ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ കഴിയുന്നില്ല. ആ ഡിവൈൻ സ്റ്റാൻഡേർഡ് ദൈവസഭയിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നു. ആമേൻ. പൗലോസ് വാൺ ചെയ്യുകയാണ്, നോ, ദിസ് ഈസ് ദ ഹൗസ് ഓഫ് ദ ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ നടക്കേണ്ടത് എന്തെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. അനാവശ്യങ്ങൾ നടക്കുന്നു, അനധികൃതമായ കാര്യങ്ങൾ നടക്കുന്നു. സഭയിൽ നടക്കേണ്ടാത്ത കാര്യം ദൈവത്തിൻ്റെ ഹൃദയമായി, ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ആലോചനകളെ വിളംബരം ചെയ്യേണ്ട സ്ഥലത്തെ ആമേൻ ഊഷര ഭൂമിയാക്കി, പൈശാചിക കേന്ദ്രമാക്കി, ആമേൻ ഹല്ലേലൂയ ആത്മശക്തിയുടെ പ്രവാഹം ആമേൻ ഹല്ലേലൂയ നിരന്തരം വെളിപ്പെടേണ്ട സ്ഥലത്തെ മറ്റ് പല കേന്ദ്രങ്ങൾ മാറ്റിയ ജഡീകരെ, പ്രാകൃതരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരൊറ്റ കാര്യമേ ഉള്ളൂ, റിപ്പന്റ് ആൻഡ് കം ബാക്ക്. എപ്പോഴും പറയുന്ന പോലെ ഈ വചനത്തിൻ്റെ മുഴുവൻ സന്ദേശം മടങ്ങി വരവിൻ്റെ സന്ദേശമാണ്. നമ്മൾ തെറ്റിയിട്ടുണ്ട്, കുഴപ്പങ്ങളുള്ളവരാണ് നമ്മൾ, ബലഹീനതകളുള്ളവരാണ് നമ്മൾ, ജഡത്തിൽ ജീവിക്കുന്നവരാ. ജഡം പലപ്പോഴും പൊങ്ങും. ഓരോ വിഷയത്തോടുള്ള നമ്മുടെ പ്രതികരണത്തിൽ ആദ്യം ഉയരുന്നത് ജഡമാണ്, ആദ്യം വരുന്ന ജഡിക വാക്കുകളും പ്രാകൃത വാക്കുകളുമാണ്. അപ്പം നമ്മൾ തിരിച്ചറിയും, ആത്മാവേ വിട്ടുപോകല്ലേ, ഞാൻ പറഞ്ഞത് തെറ്റായിപ്പോയി. ആമേൻ. കർത്താവേ അങ്ങയുടെ രക്തം കൊണ്ട് ശുദ്ധീകരിക്കണമേ, അങ്ങയുടെ വചനത്താൽ ശുദ്ധീകരിക്കണമേ, അങ്ങയുടെ നാമത്താൽ ഒരു ശുദ്ധീകരണം തരണമേ എന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഏവനുണ്ടോ അവിടെ ആത്മാവ് ഇറങ്ങി വന്നിട്ട് പറയും, യെസ് ഹല്ലേലൂയ, ഞാനത് ക്ഷമിച്ചിരിക്കുന്നു. ഇറ്റ്സ് എ ലൈഫ് ലോങ് പ്രോസസ്. പക്ഷേ ഇത് ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻറ്റഡ് ആയിട്ട് ചെയ്തത് വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ശിഷ്യനായി നിൽക്കാൻ ബുദ്ധിമുട്ടാണ്, വളർച്ച ഉണ്ടാകില്ല, മുരടിച്ചു പോകും. മുരടിച്ച ജനത്തോട് വിളിച്ചു പറയുക, ആമേൻ, പീപ്പിൾ ഓഫ് ദ ഫ്ലഷ്. 2, ഇൻഫന്റ് ഇൻ ക്രൈസ്റ്റ്. കുഞ്ഞ ശിശുവാ, വർഷങ്ങളായി കൈകൊടിച്ച് ആരാധിക്കുന്നുണ്ട്, അന്യഭാഷയുണ്ട്. നിനക്ക് വെളിപ്പാട് തരാമെന്ന് കർത്താവ് പറഞ്ഞിരിക്കുക, സ്വപ്നങ്ങൾ തരാമെന്ന് കർത്താവ് പറഞ്ഞിരിക്കുക, പ്രവചനാത്മാവിൽ അനേക ദൂതുകൾ കേട്ടു, എല്ലാം നിറയ്ക്കാമെന്ന് കർത്താവ് പറഞ്ഞിരിക്കുക. പക്ഷേ സാഹചര്യം വരുമ്പോൾ നമ്മൾ അതിനോട് ഒട്ടിച്ചേർന്ന് നടക്കുന്നുണ്ട്. ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. ഹിൻഡ്രൻസ്, തടസ്സം. റെക്ടിഫൈ ചെയ്യണമെന്ന് പകലിൽ വചനത്തിൻ്റെ, എൻ്റെ മുന്നിലല്ലോ നിങ്ങളിരിക്കുന്നത്. ആമേ, നിങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധ വചനത്തിൻ്റെ മുന്നിലാണ് നിങ്ങളിരിക്കുന്നത്, ദൈവത്തിൻ്റെ ആലയത്തിലാണ്. യാക്കോബ് പേടിച്ചു പോയി, ഇത് യഹോവയുടെ ആലയമല്ലാതെ മറ്റൊന്നുമല്ല. ഞാനിത് തിരിച്ചറിയുന്ന സ്വപ്ന ദർശനമാണെങ്കിലും അവൻ പേടിച്ചു പോയി. ഹല്ലേലൂയ. എത്ര പേർക്ക് ആമേൻ ആ റെവറൻസ് ഉണ്ട് സഭയ്ക്കകത്ത് വന്നിരിക്കുമ്പോൾ?
ഡിവൈൻ റെവറൻസ്. ഭയപ്പെടണം. നമ്മൾ വർത്താനം പറയും, കുഞ്ഞിക്ക് ടാബ് ഓൺ ചെയ്ത് കൊടുക്കും. എന്തിനാ? പ്രയോറിറ്റി അവരാ, വിഗ്രഹമാണ്. ഭക്ഷണം കൊടുക്കും ഇതിനകത്തിരുന്ന്. സ്തോത്രം. സഭായോഗങ്ങൾ മുടക്കും. ലീസ്റ്റ് പ്രയോറിറ്റിയെ ഫസ്റ്റ് പ്രയോറിറ്റി ആക്കി വെച്ചോണ്ട് സഭായോഗം മുടക്കും. നിസ്സാര കാരണമാണ്. ഒരു ചെറിയ പനി വന്നാൽ പറയുന്നു പോകുന്നില്ല. ചിലർക്ക് പെട്രോൾ വിഷയം, ചിലർക്ക് ഡിസ്റ്റൻസ് വിഷയം, ഇല്ലേ? കൊതിയ ഒരു സഭായോഗം, കൊതിയ ഒരു സഭായോഗം. സൗദിയിലുള്ളവരൊക്കെ ഒന്ന് പാസ്റ്റങ്ങളൊക്കെ അറിയാം, സൗദിയിലുള്ളവർക്കൊക്കെ അറിയാം. ഭയങ്കര കൊതിയ ഒരു സഭായോഗം കൂടെ. പേടിച്ചും ഭയന്നുവാ. ദൈവവചനമൊക്കെ മാറി തകത്തോട്ട് വെച്ചിട്ടാണ് പോകുന്നത്. കാറൊക്കെ ലോക്ക് ചെയ്യും, ടെൻറ്റഡ്. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. വെളിയിലെങ്ങും കേൾക്കാനൊക്കാത്ത വിധത്തിലെ സഭായോഗം നടക്കുന്നൊരു ശബ്ദം പോലും. കൊതിയ ഒരു സഭായോഗം. കൃപയാൽ ഞാൻ പറയട്ടെ, ദുബൈ വെച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടതുകൊണ്ട് ആമേൻ ഒരു അനുഗ്രഹിക്കപ്പെട്ട ചർച്ചിൽ നല്ല ശിക്ഷണത്തിൽ ഇച്ചിരി കാലേ ഉള്ളായിരുന്നാലും വഴക്കുമൊക്കെ പറഞ്ഞ് ആമേൻ, സ്തോത്രം, അങ്ങനെ ആ ശിക്ഷണത്തിൽ വളർത്തിയത് കൊണ്ട് ഞങ്ങളുടെ ദൈവദാസന് ദൈവസഭയെന്ന് പറഞ്ഞാൽ അദ്ദേഹവും കിടുങ്ങും, എപ്പോഴും കണ്ണുനീരുവാ. ഞങ്ങളത് കണ്ടാ വളർന്നേ, കുഞ്ഞുങ്ങളായിട്ടാണ് വളർന്നേ. വഴക്ക് പറയും, മുഖത്ത് നോക്കി ഒരു ദേഷ്യമില്ല. ഇനി ഒരാളിനെ നിന്ന് വഴക്ക് പറഞ്ഞ് സഭയെ കാണത്തില്ല. പിന്നെ അവരെ കുഞ്ഞുങ്ങളെ ഒന്നും പറയാനൊക്കത്തില്ല. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, നിങ്ങൾ കേട്ടായിരുന്നു. നമ്മുടെ ഇവിടുത്തെ ഒരു ചർച്ച, ഒരു സഹോദരൻ എന്നെ വിളിച്ച് പറഞ്ഞ, പാസ്റ്റർ ഇങ്ങനെ പിള്ളേരോടൊക്കെ ഇങ്ങനെ ഇടുന്നു. ആ ചർച്ചിലെ പാസ്റ്ററിൻ്റെ കാര്യം പറയാം. പിള്ളേരോട് ഇങ്ങനെ എന്തിനാണ് ഇടുന്നത്? പിള്ളേരൊന്ന് പെൻസിൽ കൊണ്ടിട്ട് പേപ്പറിലൊക്കെ പ്രിൻ്റ് ചെയ്തൊന്ന് വരച്ച് അവരെയൊന്നും ഇതാക്കാൻ ഒക്കത്തില്ല. അവരെയൊക്കെ മൈൻഡ് ചെയ്യണ്ട. ആത്മീയ കാഴ്ചപ്പാടെല്ലാം പോയി. പിള്ളേർക്ക് വേണ്ടിയുള്ള എൻ്റർടൈൻമെൻറ്റ് സെൻ്ററായിട്ടാണ് സഭയെ ആളുകൾ കൊണ്ടുവരുന്നത്, കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നത്. പഠിപ്പിക്കണം.